all, welcome back. നമ്മൾ ഈ ലെക്ചറിൽ ചെയ്യുന്നത് ഇൻഡക്റ്റൻസ് ഓഫ് സിംഗിൾ ഫേസും അതേപോലെ ത്രീ ഫേസ് അതിൻ്റെ സിമ്മട്രിക്കലും അസിമെട്രിക്കലും ഞാൻ ജസ്റ്റ് രണ്ടും കൂടി ഒപ്പം ചെയ്യാണ്. നമുക്ക് ഇൻഡക്റ്റൻസ് ഓഫ് സിംഗിൾ ഫേസ് ഒരു ദിവസം ഇൻഡക്റ്റൻസ് ഓഫ് ത്രീ ഫേസ് വേറെ ദിവസം വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ നേരം കൊണ്ട് തന്നെ ഇരുന്നിട്ട് ഇതിൻ്റെ നോട്ട്സും വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറയുക, ഇൻഡക്റ്റൻസ് കാണുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് ഫ്ലക്സ് ലിങ്കേജസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഇക്വേഷൻ, രണ്ട് മൂന്ന് ഇക്വേഷൻ. അതായത് ഫ്ലക്സ് ലിങ്കേജസ് നമ്മൾ പാരലൽ സർക്യൂട്ടിൻ്റെയും അതുപോലെ ഒരു കണ്ടക്ടറിൻ്റെ, അതായത് ഇൻറ്റേർണൽ ലിങ്കേജും എക്സ്റ്റേണൽ ലിങ്കേജും കൂടിയിട്ട് ആഡ് ചെയ്യുന്ന ഒരു കേസ് നമ്മൾ പഠിച്ചു അല്ലേ. ജസ്റ്റ് ആ ഇക്വേഷൻസ് ഓർമ്മ ഉണ്ടാവണം, അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യും. നെക്സ്റ്റ് ആണ് ഇൻഡക്റ്റൻസ് ഓഫ് എ സിംഗിൾ ഫേസ് ടു വയർ ലൈനാണ്. ഓക്കെ, ഇൻഡക്റ്റൻസ് ഓഫ് എ സിംഗിൾ ഫേസ് ടു വയർ ലൈൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു സിംഗിൾ ഫേസ് ലൈന് കൺസിസ്റ്റ് ഓഫ്, ഇതൊരു സിംഗിൾ ഫേസ് ലൈൻ, ഞാൻ ജസ്റ്റ് നോട്ടായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ദർ ഇസ് എ സിംഗിൾ ഫേസ് ലൈൻ, ഇറ്റ് ഹാസ് ടു പാരലൽ കണ്ടക്ടേഴ്സ്. ഒരു സിംഗിൾ ഫേസ് ലൈനിൽ ടു പാരലൽ കണ്ടക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. അതായത് ഒന്ന് കറണ്ട് സെൻഡിങ് എൻഡിൽ നിന്ന് റിസീവിങ് എൻഡിലേക്ക് പോകാനും റിസീവിങ് എൻഡിൽ നിന്ന് റിട്ടേൺ പാത്ത് സെൻഡിങ് എൻഡിലേക്ക് വരാനും രണ്ട് കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അതിൻ്റെ നമ്മൾ എലിവേഷൻ എന്നൊക്കെ പറയില്ല, അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് ടു കണ്ടക്ടേഴ്സ്. ഓക്കെ, ഇറ്റ് ഫോംസ് എ റെക്ടാങ്കുലർ ലൂപ്പ്. അതായത് എ സിംഗിൾ ഫേസ് ലൈൻ കൺസിസ്റ്റ് ഓഫ് ടു പാരലൽ കണ്ടക്ടേഴ്സ് വിച്ച് ഫോം എ റെക്ടാങ്കുലർ ലൂപ്പ് ഓഫ് വൺ ടേൺ. ഇതിനെ ഒരു വൺ ടേൺ ആയിട്ട് എന്ത് ചെയ്യും, അത് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൗ when an alternating current flows through such a loop, a change in magnetic flux is set up. നമ്മൾ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ത് ചെയ്യാണ്, ഈ ലൂപ്പിലൂടെ ഫ്ലോ ചെയ്യും, അവിടെ ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും, ഉണ്ടാവും അല്ലേ. ഓക്കെ, ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്, ഈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായാൽ എന്ത് ചെയ്യും, ദിസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്സ് ദ ലൂപ്പ്. അതെന്ത് ചെയ്യും, ലൂപ്പിനെ ലിങ്ക് ചെയ്യും. ആൻഡ് ഹെൻസ് ദ ലൂപ്പ് or single phase line possess inductance. ഒന്നും പറയാം, when an alternating current അതാണ് AC എന്ന് എഴുതിയിരിക്കുന്നത്, when an alternating current flows through the loop or through such a loop, a change in magnetic flux is set up. This change in magnetic flux links the loop that possess എന്താണ്, inductance. ഓക്കെ, ഇനി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇൻഡക്റ്റൻസ്, ഒരു സിംഗിൾ ഫേസ് ലൈനിൻ്റെ ഇൻഡക്റ്റൻസ് നെഗ്ലിജിബിൾ ആയിരിക്കും. അതിനുള്ള കാരണം എന്താ വെച്ചാൽ, ഒരു ടേൺ ആണുള്ളത്, പിന്നെ ഫ്ലക്സ് പാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റിലക്റ്റൻസ് ഉള്ള ഫ്ലക്സ് പാത്താണ്. പക്ഷേ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ലൂപ്പ്, അതായത് ഈ കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ലാർജാണ്. കാരണം എന്താ വെച്ചാൽ, ഒരു ചെറിയ സ്മോൾ ഫ്ലക്സ് ഡെൻസിറ്റിക്ക് പോലും ലാർജ് ആയതുകൊണ്ട് അത്രയും കിലോമീറ്റർ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താവും, ഒരു അപ്രീഷ്യബിൾ ഇൻഡക്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, കൺസിഡർ എ സിംഗിൾ ഫേസ് ഓവർ ഹെഡ് ലൈൻ. നമ്മൾ ഈ കൺസിഡർ എ സിംഗിൾ ഫേസ് ഓവർ ഹെഡ് ലൈൻ കൺസിസ്റ്റ് ഓഫ് ടു പാരലൽ കണ്ടക്ടേഴ്സ് എ ആൻഡ് ബി. ഒരു സിംഗിൾ ഫേസ് ഓവർ ഹെഡ് ലൈൻ, രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് എ ആൻഡ് ബി നമ്മൾ കൺസിഡർ ചെയ്തു. ദേ ആർ സ്പേസ്ഡ് ബൈ ഡി മീറ്റേഴ്സ്. ഞാൻ ഇംഗ്ലീഷിൽ പറയണേ, എൻ്റെ ഒപ്പം തന്നെ മലയാളം പറയുന്നത് ഒരു ഐഡിയ കിട്ടിക്കോട്ടെ. ദിസ് കണ്ടക്ടേഴ്സ് ആർ സ്പേസ്ഡ് ബൈ ഡി മീറ്റേഴ്സ്. ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇതിൻ്റെ സെൻറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡി മീറ്റേഴ്സ് പറയണത്. ഓക്കെ, ഇനി കണ്ടക്ടർ എ ആൻഡ് ബി ക്യാരീസ് ദ സെയിം കറണ്ട്, ദെൻ വാട്ട് ക്യാൻ സേ, ദാറ്റ് ഈസ് സെയിം കറണ്ട് ആണെന്നുണ്ടെങ്കിൽ IA = IB ആണ്. ബട്ട് ഇത് റിസീവിങ് എൻഡിലോട്ടാണെങ്കിൽ ഇത് റിസീവിങ് എൻഡിൽ നിന്ന് സെൻഡിങ് എൻഡിലോട്ട്. അപ്പോൾ രണ്ടും എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ സെയിം മാഗ്നിറ്റ്യൂഡ്, സെയിം കറണ്ട് ആയിരിക്കും, ബട്ട് ദ ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ്. കാരണം എന്താണ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ലൂപ്പ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് കറണ്ട് IA പോണത്, IB എന്താണ്, ഓപ്പോസിറ്റാണ്. ഓക്കെ, ഇത് റിസീവിങ് എൻഡ് സൈഡാണെങ്കിൽ ഇതെന്താണ്, സെൻഡിങ് എൻഡ് സൈഡാണ്. അത്രയും ക്ലിയർ ആയില്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് IA = IB എന്നാണ് കേട്ടോ. IA = -IB, കറണ്ട് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഓർ IA + IB = 0 എന്ന് പറയാം. സോ നമ്മളിനി എന്ത് ചെയ്യാണ്, നമ്മളുടെ കാര്യങ്ങളിലോട്ട് കിടക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഫ്ലക്സ് ലിങ്കേജസ് കണ്ടുപിടിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഇൻഡക്റ്റൻസ് ഓഫ് കണ്ടക്ടർ എ ഓർ കണ്ടക്ടർ ബി, വി നീഡ് ടു കൺസിഡർ ദ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് ഇറ്റ്. അതായത് ഇതിൻ്റെ ഇടയിലുള്ള ഫ്ലക്സ് ലിങ്കേജസ് എന്താണെന്നുള്ളത് കാണണം. അപ്പോൾ നമ്മളിത് ഓൾറെഡി കണ്ടക്ടർ എ കാരണം കൊണ്ടുള്ള IA, കണ്ടക്ടർ എയിൽ IA കാരണം കൊണ്ടുള്ളതും
അതുപോലെ ബിയിൽ ഐ ബി കാരണം കൊണ്ടുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിത് ഓൾറെഡി നമുക്കറിയാം. ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു ഇറ്റ്സ് ഓൺ കറണ്ട് ഐ എ നമ്മൾ പഠിച്ചിരുന്ന നേരത്തെ μ0 IA/2π ഇൻറ്റു 1/4 പ്ലസ് ഇൻ്റഗ്രൽ ഫ്രം ആർ ടു ഇൻഫിനിറ്റി dx/x. ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. ഇതാണ് നമ്മൾ നേരത്തെ എഴുതിയത്, ഇവിടേക്ക് എടുത്തു പോകുന്നത്. പിന്നെ എന്താണ് ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു കറണ്ട് ഐ ബി, കറണ്ട് ഐ ബി കാരണം കൊണ്ട് അതെന്താണ് μ0 IB/2π ഇൻ്റഗ്രൽ ഫ്രം ഡി ടു ഇൻഫിനിറ്റി dx/x. ഈ രണ്ട് സാധനങ്ങളാണ് നമ്മൾ നേരത്തെ എടുത്തതിൽ നിന്ന് ഒരെണ്ണം എടുത്തത്, നേരത്തെ നിന്ന് രണ്ടെണ്ണം എടുത്തത്. ഇനി എന്ത് ചെയ്യണം, വി ആർ ഗിവിങ് ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ, അതായത് സൈ എ എന്ന് പറഞ്ഞാൽ എന്താണ് 1 + 2 ആണ്. അപ്പോൾ അതെന്ത് ചെയ്തു, ആഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ μ0 കോമൺ ആണ്, 2π കോമൺ ആണ് അല്ലേ, അതെടുത്തു. ഐ എൻ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. അപ്പോൾ എന്താണ് 1/4 ഇൻറ്റു ഇതിൻ്റെ ഐ എ എഴുതി. ഇവിടെ എന്താണ് ഇങ്ങനെ വന്നു. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന dx/xനെ അതായത് 1/x dxൻ്റെ ഇൻ്റഗ്രൽ കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ അത് ലോഗ് എക്സ് ആണ് വരിക, അതിന് നമ്മൾ എന്ത് ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്തു ഫ്രം ആർ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി ടു ആർ. അപ്പോൾ എന്താണ് ലോഗ് ഇൻഫിനിറ്റി ടു ദ ബേസ് ഇ മൈനസ് ലോഗ് ആർ ടു ദ ബേസ് ഇ വന്നു ഇൻറ്റു ഐ എ പ്ലസ് ഐ ബി ഇൻറ്റു ഇവിടെ ആകുമ്പോൾ എന്താണ് ലോഗ് ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്തു. 1/x ആകുമ്പോൾ ലോഗ് എക്സ് ആയി. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്തു ഫ്രം ഇൻഫിനിറ്റി ടു ഡി. അപ്പോൾ എന്താണ് അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി, ലോവർ ലിമിറ്റ് ഡി ആണ് അല്ലേ. അപ്പോൾ എന്താണ് ലോഗ് ഇൻഫിനിറ്റി ടു ദ ബേസ് ഇ മൈനസ് ലോഗ് ഡി ടു ദ ബേസ് ഇ എന്ന് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. IA/4 പ്ലസ് IA ലോഗ് ഇൻഫിനിറ്റി ടു ദ ബേസ് ഇ മൈനസ് IA ലോഗ് ആർ ടു ദ ബേസ് ഇ പ്ലസ് IB ലോഗ് ഇൻഫിനിറ്റി ടു ദ ബേസ് ഇ മൈനസ് IB ലോഗ് ഇൻഫിനിറ്റി ടു ദ ഡി ടു ദ ബേസ് ഇ. ദെർഫോർ μ0/2π ഇൻറ്റു എന്താണ് IA/4 പ്ലസ് IB ലോഗ് ഇൻഫിനിറ്റിയുടെ ഒരു ഇത് IA പ്ലസ് IB ഇൻറ്റു ലോഗ് ഇൻഫിനിറ്റി ടു ദ ബേസ് ഇ മൈനസ് ഇതിങ്ങനെ എഴുതി വെച്ചു. ഇനി നമുക്കറിയാം IA പ്ലസ് IB = 0 നമ്മൾ എഴുതിയിരുന്നോ, കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു IA - IB ഓർ IA പ്ലസ് IB = 0 പറഞ്ഞിരുന്നില്ലേ, അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. സിൻസ് IA പ്ലസ് IB = 0, അപ്പോൾ ഈ ടേം എന്തായി 0 ആയിപ്പോയി. അപ്പോൾ എന്തായി സൈ എ = μ0/2π IA/4 മൈനസ് this one IA log r to the base e minus IB log d to the base e. ഇനി നമുക്കറിയാം ഇവിടെ IAയും IB ഉണ്ട് അല്ലേ, നമ്മൾ നേരത്തെ എഴുതി സിൻസ് IA പ്ലസ് IB = 0 ഓർ വി നോ ദാറ്റ് IA മൈനസ് IA = IB അല്ലേ. അത് ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്ന് ശരിയാക്കട്ടെ. മൈനസ് IB ഇവിടുന്ന് മൈനസ് IB = I എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, ദിസ് വിൽ ബി IA/4 പ്ലസ് IA ലോഗ് ഇവിടെ അല്ലേ മൈനസ് IB എടുക്കുന്നത്, അവിടെ A2, അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ എന്താണ് IA ലോഗ് ഡി ടു ദ ബേസ് ഇ മൈനസ് IA ലോഗ് ആർ ടു ദ ബേസ് ഇ എന്ന് വന്നു. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, IA/4 ഇതിനെ D/R എന്ന് എഴുതി അല്ലേ. ലോഗ് A മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗ് A/B അല്ലേ. അപ്പോൾ അതിവിടെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, ദെർഫോർ സൈ എ = ഇതിൽ നിന്ന് IA കോമൺ ആക്കി പുറത്തേക്ക് എടുത്തു. μ0 IA/2π ഇൻറ്റു 1/4 ലോഗ് D/R ടു ദ ബേസ് ഇ എന്നുള്ള ഇക്വേഷൻ വന്നു. ദെൻ നമ്മളിപ്പോൾ ഈ ടേം എഴുതി. ഇനി എന്താണ് ഇൻഡക്റ്റൻസ്, ഇപ്പോൾ നമുക്ക് എന്താണ് സൈ ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. സോ ഇൻഡക്റ്റൻസ് ഓഫ് കണ്ടക്ടർ എ എന്ന് പറഞ്ഞാൽ LA = സൈ A/IA അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ സൈ ബൈ, അതായത് ഫ്ലക്സ് ലിങ്കേജസ് പെർ ആംബിയർ അല്ലേ. അപ്പോൾ സൈ A/IA, അത് കണ്ടക്ടർ എ ആയതുകൊണ്ടാണ് A8. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് H/M നമുക്കറിയാം. L = സൈ ബൈ I ആയതുകൊണ്ടാണ്. ദെർഫോർ ഇപ്പോൾ ഈ സൈയുടെ ഈ ക്വാണ്ടിറ്റി നമ്മൾക്ക് ഇവിടെ ഇടണം. അപ്പോൾ സൈയുടെ ഈ ക്വാണ്ടിറ്റി ഇവിടെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും IA വെട്ടിപ്പോകും അല്ലേ. അപ്പോൾ μ0/2π ഇൻറ്റു 1/4 പ്ലസ് ലോഗ് D/R ടു ദ ബേസ് ഇ H/M, അതായത് യൂണിറ്റാണത്. ഓക്കെ, ഓർ LA = നമ്മൾക്ക് μ0 എന്താണ് 4π ഇൻറ്റു 10⁻⁻7 ആണെന്ന് അറിയാം അല്ലേ. ഡിവൈഡ് ബൈ ഓർത്ത് വെക്കുക, μ0 = 4π ഇൻറ്റു 10⁻⁻7 ആണ്. ദാറ്റ് ഈസ് ഡിവൈഡ് ഇൻറ്റു 1/4 പ്ലസ് ലോഗ് D/R മുന്നോട്ട് വന്നു. Therefore LA = 1/2 പ്ലസ് എന്താണ് ഈ 2π വെട്ടി പൈയും പോയി 2 അങ്ങനെ ക്യാൻസൽ ചെയ്തിട്ട് വന്ന് നോക്കുമ്പോൾ എന്താണ് 1/2 ഇൻറ്റു
2 log d by r to the base e 10 raised to minus 7 ഇവിടെ എഴുതി. ഇനി ലൂപ്പ് ഇൻഡക്റ്റൻസ് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് 2 ഇൻറ്റു എൽ എ ആണെന്ന് പറയുന്നു. കാരണം എന്താണ്, ഇത് കണ്ടക്ടർ എയുടെ പറഞ്ഞു. ഇനി ലൂപ്പ് ഇൻഡക്റ്റൻസ് പറഞ്ഞാൽ രണ്ട് ഇതും കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ്, ലൂപ്പ് ഇൻഡക്റ്റൻസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വരുമ്പോൾ എന്താണ്, ഈ 2 വെട്ടിപ്പോവും, ഇവിടുത്തെ 2ൻ്റെ പകരം 4 വരും. അതാണ് 1 + 4 log e d by r ഇൻറ്റു 10 raised to minus 7. ഇതാണ് എന്താണ് പറയുന്നത്, ലൂപ്പ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ ലൂപ്പ് ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടറാണ് ഇക്വേഷൻ 1. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാണ് ലൂപ്പ് ഇൻഡക്റ്റൻസ്, അത് തെറ്റരുത്. ഇനി ഇതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഓൾട്ടർനേറ്റീവ് ഫോമിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ എന്ത് പറയുന്നത് പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി എക്സ്പ്രഷൻ ഇൻ ഓൾട്ടർനേറ്റീവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ എ ഇസ് ഈക്വൽ ടു 1/2 + 2 log e d by r ഇൻറ്റു 10 raised to minus 7 ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ എൽ എ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച് അല്ലേ, ലാസ്റ്റ് എഴുതി വെച്ചു. അപ്പോൾ ഏത് ഇൻഡക്റ്റൻസ് പെർ കണ്ടക്ടറാണ് ഞാൻ പറയണത് കേട്ടോ. എൽ എ IA/IA എന്നുള്ള പെർ കണ്ടക്ടറിൻ്റെ കാര്യമാണ് പറയണത്. നമ്മൾ ലൂപ്പ് ഇൻഡക്റ്റൻസ് അല്ല പറയണത്, പെർ കണ്ടക്ടറിൻ്റെ കാര്യം പറയണത്. ഇതാണ് വന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, 2നെ എന്ത് ചെയ്തു, ഇവിടെ പുറത്തേക്ക് എടുത്തു. 2നെ പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ എന്തായി, 1/4 ആയി, ഇവിടെ പോയി അല്ലേ. 2നെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്താ, 2 × 10 raised to minus 7 log e 1/4 നമുക്ക് എങ്ങനെ എഴുതാം, log e 1/4 to the base e എന്ന് എഴുതാം, പ്ലസ് log d by r ഇങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ ഈ എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2 × 10 raised to minus 7 ഇത് എന്ത് ചെയ്യാണ്, log e raised to 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ് അല്ലേ. അപ്പോൾ ഇതെന്താണ് log e log d by, സോറി അതിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടോ, ഇത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, e raised to minus 1/4. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അപ്പോൾ എൽ എ ഈസ് ഈക്വൽ ടു 2 × 10 raised to minus 7 log d by r e raised to minus 1/4 raised to the base e എഴുതി. ഇനി ഈ r ഇൻറ്റു e raised to minus 1/4 നമ്മൾ r ഡാഷ് നിടുകയാണെങ്കിൽ എൽ എ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യും, 2 × 10 raised to minus 7 log d by r dash to the base e എന്ന് പറയും. അപ്പോൾ ഈ e raised to minus 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.77888 ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഈ ഇതിന് എന്ത് എഴുതാം, r dash is equal to e raised to minus 1/4 എന്ന് എഴുതാം, 0.788 ഇൻറ്റു r എന്ന് എഴുതാം. കണ്ടോ, r dash is equal to ഈ ക്വാണ്ടിറ്റി. അപ്പോൾ ടേം r dash എന്ന് പറഞ്ഞാലാണ് ജോമെട്രിക് മീൻ റേഡിയസ് ഓഫ് ദ വയർ എന്ന് പറയുക, GMR എന്ന് പറയുന്നത്, ജോമെട്രിക് മീൻ റേഡിയസ് ഓഫ് ദ വയർ. ദെർഫോർ 2 ലൂപ്പ് ഇൻഡക്റ്റൻസ് 2 എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു നമ്മളിവിടെ കിട്ടിയില്ലേ, 2 × 2 × 10 raised to minus 7 ഈ ക്വാണ്ടിറ്റി d by r dash, or we can say that 4 × 10 raised to minus 7 d by r dash. Therefore since r dash is equal to 0.7788 r, അത് ഓൺലി അപ്ലിക്കബിൾ ടു സോളിഡ് കണ്ടക്ടറാണ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് അതിൻ്റെ ഒരു ആൾട്ടർനേറ്റ് ഫോമാണ്, അതും കൂടി ഒന്ന് നോക്കി വെക്കുക. ഇനി ഇതിൽ തന്നെ ഇൻഡക്റ്റൻസ് ഓഫ് എ 3-phase ഓവർഹെഡ് ലൈൻ, ഇതിൻ്റെ ചെറിയൊരു പോർഷൻ ഇതിലെടുക്കും. അതിൻ്റെ 3-phase ഓവർഹെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് നമുക്ക് വെക്കാണ്ട്, സിമ്മെട്രിക്കൽ സ്പേസിംഗ് ഉണ്ട്, അൺസിമെട്രിക്കൽ സ്പേസിംഗ് ഉണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റെഫർ ചെയ്യും. ഇതിൽ ജസ്റ്റ് ജസ്റ്റ് ഇൻഡക്റ്റൻസ് ഓഫ് എ 3-phase ഓവർഹെഡ് ലൈൻ ജനറലായിട്ട് നമ്മൾ എന്താണ് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറാണ് നമ്മളുടെ എന്താണ് 3-phase കണ്ടക്ടർ ABC ഡിസ്റ്റൻസ് D3, അതായത് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് D3, എയും സിയും തമ്മിലുള്ള D2, ബിയും സിയും തമ്മിലുള്ള D1. അങ്ങനെയുള്ളൊരു ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, സ്പേസ് ചെയ്തിട്ട് കണ്ടക്ടേഴ്സ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 3 കണ്ടക്ടേഴ്സ് ABC ഉണ്ട്, IA, IB, IC എന്നുള്ള കറണ്ട് പോകുന്നുണ്ട്, അതിന് സ്പേസ് ചെയ്തിരിക്കുകയാണ് D1, D2, D3 കറണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ A to B, എൻ്റെയും ബിയുടെയും ഇടയിലുള്ള D3 അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു അല്ലേ. ഇനി നമ്മളിത് വിചാരിക്കുകയാണ്, ലെറ്റ് us further assume that ലോഡ്സ് ആർ ബാലൻസ്ഡ് ആണെങ്കിൽ, ലോഡ് ബാലൻസ്ഡ് ആണെങ്കിൽ IA + IB + IC is equal to എന്താണ് 0. സോ കൺസിഡർ ദ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ. കണ്ടക്ടർ എനെ വെച്ചിട്ടൊരു ഫ്ലക്സ് ലിങ്കേജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്തുണ്ടാവും, ദർ വിൽ ബി ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു ഇറ്റ്സ് ഓൺ കറണ്ട് ഉണ്ടാവും അല്ലേ. അതായത് ഈ കണ്ടക്ടർ എയിലുള്ള ഫ്ലക്സ് ലിങ്കേജ് ഈ കണ്ടക്ടറിൽ കൂടെ പോണ കറണ്ടിൻ്റെ കാരണം കൊണ്ടുണ്ടാവും, പിന്നെ ഇതിൻ്റെ കാരണം കൊണ്ടുണ്ടാവും, ബിയിൽ കൂടെ പോണ കറണ്ടിൻ്റെ കാരണം കൊണ്ടുണ്ടാവും. അപ്പോൾ അവിടെ എന്താണ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, ഇവിടെ സെൽഫ് ഇൻഡക്റ്റൻസ് വരും, ഇവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. പിന്നെ ആൻ എഫക്റ്റ് ചെയ്യണം എന്താണ്, കണ്ടക്ടറിൽ കൂടെ കണ്ടക്ടറിൽ കൂടെ പോണ കറണ്ട് കാരണം കൊണ്ട് ഇവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കൊണ്ട് ഇവിടെ എന്തുണ്ടാവും, ഒരു ഇതുണ്ടാവും, ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഈ 3 എണ്ണത്തിൻ്റെ ഫ്ലക്സ് ലിങ്കേജ് എഴുതാം. ഇതൊക്കെ നമ്മൾ എന്താണ് ആദ്യം ചെയ്ത് വെച്ചിട്ടുള്ള അത് നേരൻ്റെ അടുത്ത് എഴുതണം. അതായത് നമ്മൾ ഫ്ലക്സ് ലിങ്കേജ് ചെയ്തില്ലേ. അപ്പോൾ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു ഇറ്റ്സ് ഓൺ കറണ്ട് IA = μ0 IA/2π. ഇത് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, 1 സെക്കൻഡ്, ഇത് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഈ ഇക്വേഷൻ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു വരും നിങ്ങൾ. μ0 IA/2π × 1/4 പ്ലസ് ഇൻ്റഗ്രൽ ഫ്രം r to ∞ dx/x. ഇനി ഫ്ലക്സ് ലിങ്കേജസ്
വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു എന്താണ് കറണ്ട് ഐ ബി. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു കറണ്ട് ഐ സി. ഇതൊക്കെ നിങ്ങളിപ്പോൾ നേരത്തെ നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ ദെർഫോർ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് പറഞ്ഞാൽ എന്താണ്, അത് മൂന്നും കൂടിയിട്ടുണ്ട് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് വെച്ചു അല്ലേ. ഇനി എന്ത് ചെയ്തു, ഐ എനെ ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിലോട്ടിട്ടു, ഐ ബിനെ ഇങ്ങോട്ടിട്ടു, ഐ സിനെ ഇങ്ങോട്ടിട്ടു. അപ്പോൾ ഇതാ ഐ എങ്ങോട്ടിട്ടു, ഐ ബി ഒക്കെ അവിടെ കിട്ടുന്നു, കുഴപ്പമില്ല. ഓക്കെ. ഇനി μ0/2π ഇൻറ്റു 1/4 പ്ലസ് ലോഗ്, ഇതിൻ്റെ നേരത്തെ 1/x എന്തായിരുന്നു, ലോഗ് എക്സ് ആയിരുന്നു. അതിൻ്റെ ലിമിറ്റ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്തു. അപ്പോൾ എന്താണ് ലോഗ് ഇൻഫിനിറ്റി ടു ദ ബേസ് ഇ മൈനസ് ലോഗ്, നേരത്തെ ആ ചെയ്ത അതേ പരിപാടി തന്നെ ഐ എ ഇവിടെ എന്താണ് ഐ ബി ഇൻറ്റു ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ അത് എല്ലാം ഒക്കെ ഓപ്പാക്കി പോകണമെന്നുള്ള ഉദ്ദേശമുള്ളൂ. ഇനി ഇവിടെ എന്ത് ചെയ്തു, ഈ ഐ എനെ ഉള്ളിലോട്ടിട്ടു. അപ്പോൾ എന്തായി, IA/4 മൈനസ് ഇത് എഴുതി, ഐ ബിനെ ഉള്ളിലോട്ടിട്ടു, അതുപോലെ ഐ സിനെ നമ്മൾ എന്ത് ചെയ്തു, ഉള്ളിലോട്ടിട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇങ്ങനെ ഈ കിട്ടിയ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ഐ എനെ വെച്ചിട്ടുള്ളത് എല്ലാണ്ട് എടുത്തു. ഒന്ന് 1/4 ഉണ്ട്, പിന്നെന്താണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോഗ് ആർ ടു ദ ബേസ് ഇ ഇങ്ങനെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, മൈനസ് ഐ ബി ലോഗ്, നമ്മൾ ഈ ലോഗ് ഇൻഫിനിറ്റി ടു ദ ബേസ് ഇ ഉണ്ടല്ലോ, അത് ഐ എ ഐ ബി ഐ സി ഒക്കെ കൂടിയിട്ട് കോമൺ ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിലോട്ട് എടുത്തു. മൈനസ് ഐ ബി ലോഗ് ഇതിങ്ങനെ എഴുതി വെച്ചു. മൈനസ് ഐ ബി ലോഗ് ഇവിടെ ഉണ്ട്, ഇതാ നോക്കിക്കോളൂ. മൈനസ് ഐ എ ലോഗ് ആർ ടു ദ ബേസ് ഇ ആണ് ഇങ്ങോട്ട് എടുത്തത്. മൈനസ് ഐ ബി, അത് എന്തിനാ അറിയോ, ഐ എ പ്ലസ് ഐ ബി പ്ലസ് ഐ സി ഇസിക്കൽ ടു 0 നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ ടേം ഒറ്റയടിക്കൊണ്ട് പോകും. ഇത് പോവും, ഇത് പോവും, അതുപോലെ ഇത് പോവും. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് കണ്ടോ, സൈ എ ഇസിക്കൽ μ0/2π/1/4 ഈ ഒരു ടേം കിട്ടി അല്ലേ. ഇനി നമുക്ക് സിമ്മട്രിക്കൽ സ്പേസിംഗ് ഉണ്ട്, അൺസിമ്മട്രിക്കൽ സ്പേസിംഗ് ഉണ്ട്. അതൊന്ന് നമുക്ക് നോക്കട്ടെ. ഒരു പണിയാം, സിമ്മട്രിക്കൽ സ്പേസിങ്ങും അൺസിമ്മട്രിക്കൽ സ്പേസിങ്ങും നമുക്ക് ഈ ക്ലാസ്സിൽ തന്നെയാണ്ട് കഴിയാം. എന്താ കാരണം വെച്ചാൽ വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, അതാണ് നമുക്ക് തീർക്കാം. ഇവിടെ സിമ്മട്രിക്കൽ സ്പേസിംഗ് പറഞ്ഞാൽ 3 കണ്ടക്ടേഴ്സ് എ ബി സി, നേരത്തെ പോലെ 3 കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അത് സിമ്മട്രിക്കലി എന്തായിരിക്കും, പ്ലേസ്ഡ് ആയിരിക്കും. അപ്പോൾ കോർണേഴ്സ് ഓഫ് ഇക്വലേറ്റർ ട്രയാങ്കിൾ, അപ്പോൾ D1 D2 D3 പറഞ്ഞ സാധനം എന്താണ്, ഈക്വൽ ടു ഡി ആവും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ബിക്കംസ് എന്താവും, ഇവിടെ ഈ കാണുന്ന കണ്ടക്ടർ എ ബിക്കംസ് ആവും, ഇവിടെ ഡി ആവും, ഇവിടെ ഡി ആവും അല്ലേ. ഇത് നോക്കിയേ, μ0/2π ഇൻറ്റു 1/4 മൈനസ് ലോഗ് ആർ ടു ദ ബേസ് ഇ ഇൻറ്റു ഐ എ പ്ലസ് ഇവിടെ ഈ D3ക്ക് പകരം ഇവിടെ ഒക്കെ ഈക്വൽ ആക്കി അല്ലേ. അപ്പോൾ എന്തായി, ഇത് വന്നിട്ട് ഇങ്ങനെ വന്നു അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, μ0/2π ഇൻറ്റു 1/4 പ്ലസ് ലോഗ് ആർ ടു ദ ബേസ് ഇ ഇൻറ്റു ഐ എ, ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റതാക്കാം. എന്താണ്, മൈനസ് ഓഫ് ഐ ബി പ്ലസ് ഐ സി, മൈനസ് ഐ ബി മൈനസ് ഐ സി ആണ് മൈനസ് ഓഫ് ഐ ബി പ്ലസ് ഐ സി ഇൻറ്റു ഇങ്ങനെ വന്നു അല്ലേ. അപ്പോൾ ഇനി എന്താണ്, μ0/2π ഇൻറ്റു 1/4 മൈനസ് ലോഗ് ആർ ടു ദ ബേസ് ഇ ഇൻറ്റു ഐ എ പ്ലസ് ഐ എ ഇൻറ്റു ഇതാണ് എന്താണ്, ഇവിടെ ഐ ബി പ്ലസ് ഐ സി, മൈനസ് ഓഫ് ഐ ബി പ്ലസ് ഐ സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐ എ പ്ലസ് ഐ ബി പ്ലസ് ഐ സി ഇസിക്കൽ ടു 0 ആണ്. ദോർഫോർ മൈനസ് ഐ എ ഇസിക്കൽ ടു ഐ ബി പ്ലസ് ഐ സി ആണ്. അപ്പോൾ മൈനസ് ഐ ബി പ്ലസ് ഐ സിനെ നമുക്ക് ഐ എ ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ എന്തായി, ഐ എ ലോഗ് ഡി ടു ദ ബേസ് എ. അപ്പോൾ എന്തായി, സൈ എ ഇസിക്കൽ ടു μ0/2π ഇൻറ്റു 1/4 ഇങ്ങനെ ഇത് വന്നു. ഇത് സൈ എ ആണ്. ഇനി എന്താണ്, ഫ്ലക്സ് ലിങ്കേജ് ആണ് ഇപ്പോൾ നമ്മളെ കഴിഞ്ഞത് അല്ലേ. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഇൻഡക്റ്റൻസ് ഓഫ് കണ്ടക്ടർ എ, ദാറ്റ് ഈസ് എൽ എ ഇസിക്കൽ ടു എന്താണ്, സൈ എ ബൈ ഐ എ ആണ് വരിക അല്ലേ. ഇൻഡക്റ്റൻസ് ഓഫ് കണ്ടക്ടർ എ എൽ എ ഇസിക്കൽ ടു സൈ എ ബൈ ഐ എ. ഈ സൈ എയുടെ ടേം ഇട്ട് കൊടുത്തു, ബൈ ഐ എ ഇട്ട് കൊടുത്തപ്പോൾ ഐ എ ക്യാൻസലായി. അപ്പോൾ ഇതിൽ ഐ എ പോയി എന്നുള്ളൂ. μ0/2π ഇൻറ്റു 1/4 ഇങ്ങനെ വന്നു അല്ലേ. ഇനി എന്താണ്, μ0ക്ക് നമ്മൾ നേരത്തെ പോലെ 4π ഇൻറ്റു 10⁻⁻7 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് ക്യാൻസലായിപ്പോയി. അപ്പോൾ ഇത് വന്ന് 0.5 ഇൻറ്റു 2 ലോഗ് ഇ D/R ഇൻറ്റു 10⁻⁻7 എന്ന് പറഞ്ഞു. ഓക്കെ. സിമിലർലി എൽ ബി എൽ സി ഒക്കെ നമുക്ക് എഴുതാം. ഇതാണ് സിമ്മട്രിക്കൽ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ ചെയ്തു, 2 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ കയറ്റി. ഇനി അൺസിമെട്രിക്കൽ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലൈൻ കണ്ടക്ടേഴ്സ്, 3 ഫേസ് ലൈൻ കണ്ടക്ടേഴ്സിന് ഉണ്ടാവുക. അത് ഇക്വി ഡിസ്റ്റൻസ് ഫ്രം ഈച്ച് അതർ ആയിരിക്കില്ല. അപ്പോൾ ഫ്ലക്സ് ലിങ്കേജും ഇൻഡക്റ്റൻസും എന്താണ് അതിനനുസരിച്ച് മാറും, സെയിം ആയിരിക്കില്ല. ഈക്വൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല, പകരം അൺഈക്വൽ വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും. ഈവൻ ഇത് ബാലൻസ്ഡ് ആണെങ്കിൽ പോലും. കാരണം അൺസിമെട്രിക്കൽ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചാൽ നമ്മൾ നേരത്തെ ആദ്യം കണ്ടില്ലേ, ഇവിടെ ഒന്നും വെച്ചു, ഇവിടെ ഒന്നും വെച്ചു, ഇവിടെ ഒന്നും വെച്ചു, മറ്റേത് ഈക്വലി സ്പേസ്ഡ് ആവും. ഓക്കെ. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് വോൾട്ടേജ് അറ്റ് റിസീവിങ് എൻഡ് എന്തായിരിക്കില്ല, എല്ലാ ഫേസിനും എന്തായിരിക്കില്ല, സെയിം ആയിരിക്കില്ല. ഇൻ ഓർഡർ ടു ഗെറ്റ് ഈക്വൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ഓൾ കണ്ടക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഈ പൊസിഷൻസ്, അതായത് ഈ കണ്ടക്ടേഴ്സ് പോണ പൊസിഷൻസ് കണ്ടോ, ഇത് കണ്ടക്ടറെ ഇവിടെ എത്തിയപ്പോൾ ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും.
ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ അപ്പുറം അങ്ങനെ പൊസിഷൻസ് ചെയ്തിട്ട് കൊടുക്കും. അതിനാണ് നമ്മൾ എന്താ പറയുക അൺസിമെട്രിക്കൽ സ്പേസിംഗ് പറയുക. ലെറ്റ് us assume that each of the 3 sections is 1 meter in length. ഒരു 1 meter ലെങ്ത്തിൻ്റെ ഇതാക്കുകയാണെങ്കിൽ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ IA പ്ലസ് IB പ്ലസ് IC ഈസിക്കൽ ടു 0 ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ലെറ്റ് ദ ലൈൻ കണ്ടക്ടേഴ്സ് ബി IA ഈസിക്കൽ ടു എന്താണ് I ഇൻറ്റു 1 പ്ലസ് J0. ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളുടെ എന്താണ് പറയുക ജെ ക്വാണ്ടിറ്റി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും നമുക്ക് നോക്കാം. IA ഈസിക്കൽ ടു IA ഇൻറ്റു 1 പ്ലസ് J0. IB ഈസിക്കൽ ടു I ഇൻറ്റു മൈനസ് 0.5 മൈനസ് J.866. ഇതെന്തുകൊണ്ടാണ് വരാൻ കാരണം അറിയോ? IA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോർമൽ നമ്മളുടെ റെഫറൻസ് ആക്സിസിൽ 0 ആക്സിസിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് 1 പ്ലസ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയറക്ഷൻ J0 എന്ന് പറഞ്ഞിട്ടിട്ട്. IB പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് I, അതായത് I ഇൻറ്റു കോസ് 120. ഇപ്പോൾ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞുതരാം. IB ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് I, അതായത് I കോസ് 120 പ്ലസ് J സൈൻ 120 ആണ് വരിക. അതുകൊണ്ടാണത് I ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് I ഇൻറ്റു കോസ് 120 മൈനസ് 0.5 പ്ലസ് J സൈൻ 120 ആണ് മൈനസ് J.866 ആണ് വരിക. ഇനി IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക? IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് I ഇൻറ്റു, അത് ഇവിടെ നമ്മൾ എഴുതി, ഇൻറ്റു എന്താണ് കോസ് 120, അത് എന്താണ് വരുന്നത് മൈനസ് 0.5 പ്ലസ് J സൈൻ 120. മറ്റടുത്ത് എന്തായിരുന്നു അല്ല സോറി J സൈൻ 240, മറ്റടുത്ത് J സൈൻ ഇതാകുമ്പോൾ ഇവിടെ പ്ലസ് J സൈൻ 240. അപ്പോൾ എന്തായി പ്ലസ് 0.866 വന്നു. അങ്ങനെയാണ് ഈ 3 വന്നിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഫ്രം എബവ് നമ്മളെന്താണ് സൈ എ ഈസിക്വൽ ടു നമുക്കറിയാം μ0/2π. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇത് കിട്ടുന്നത് ഇതാ ഇവിടെ നിന്നാണ്. സൈ എ ഈസിക്വൽ ടു μ0/2π. ഈ സാധനം എന്ത് ചെയ്യാണ് അവർ ഇവിടെ റീറൈറ്റ് ചെയ്യാണ്. സൈ ഈസിക്വൽ ടു μ0/2π ഇൻറ്റു 1/4 മൈനസ് ലോഗ് r ടു ദ ബേസ് ഇ ഇൻറ്റു IA അത് എഴുതി അല്ലേ. അപ്പോൾ ഇവിടെ IAക്കുള്ള സാധനം എഴുതാൻ പോകണം. IA എന്താണ്? I ആണെന്ന് പറഞ്ഞു. IB എന്താണ്? I ഇൻറ്റു ഈ ഒരു ക്വാണ്ടിറ്റി വന്നു, ICക്ക് പകരം I ഇൻറ്റു ഇങ്ങനെ വന്നു അല്ലേ. അപ്പോൾ ഇവിടെ J ഓപ്പറേറ്റർ കയറി വന്നു. ഓക്കെ, അപ്പോൾ μ0/2π ഇൻറ്റു 1/4 ഇൻറ്റു I മൈനസ് ഇതിനെ നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. I ലോഗ് r ടു ദ ബേസ് ഇ ഇതെന്താണ് 0.58 പ്ലസ് വന്നു, ഇവിടെ പ്ലസ്, അപ്പോൾ ഇതും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എന്താണ് പ്ലസ് I ഇൻറ്റു 1 സെക്കൻഡ് പ്ലസ് I ഇൻറ്റു ലോഗ് ഇതുണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് ഈ കാണുന്ന സാധനം. ഓക്കെ, ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ഇൻറ്റു മൈനസ് 0.5. അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, അതാണ് ഈ പ്ലസ് വന്നിട്ടുള്ളത്. പിന്നെന്താണ് I ഇൻറ്റു J886 അത് ഇങ്ങോട്ട് വന്നു, കാരണം ഇവിടെ മൈനസാണ്. ഓക്കെ, ഇനി അതിൽ നിന്ന് എന്ത് ചെയ്തു μ0/2π ഇൻറ്റു 1/4 I മൈനസ് I ലോഗ് r ടു ദ ബേസ് ഇ പ്ലസ് 0.5 I ലോഗ് D3 ടു ദ ബേസ് ഇ. അപ്പോൾ ഈ നമ്മളുടെ 0.5 I വെച്ചിട്ടുള്ളത് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇതും ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ എടുത്തത് ഏതൊക്കെയാണ്? ഈ 0.5 Iക്ക് വേണ്ടിയിട്ട് എടുത്തത് 0.5 Iക്ക് വേണ്ടി D3 എടുത്തു, ഇതെടുത്തു. അപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് എന്താണുള്ളത്? ഈ ഇതാണ്. അപ്പോൾ അവിടെ പ്ലസ് J.866 I എടുത്തു, ലോഗ് D ഇൻറ്റു 3 എഴുതി, ഇവിടെ മൈനസ് ആണ്, അപ്പോൾ അത് എഴുതി. ഓക്കെ, വി നോ ദാറ്റ് എന്താണ് 0.5 I ലോഗ് D3 ടു ദ ബേസ് ഇ. ഈ ഒരു ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 0.5 I ലോഗ് ടു ദ ബേസ് ഇ D2 D3 എന്ന് പറഞ്ഞൂടെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? ഈ 0.5നെ നമ്മൾ മാറ്റിയപ്പോൾ എന്തായിപ്പോൾ I ലോഗ് D2 D3 റേസ് ടു 0.5 വന്നു. ഓർ വി ക്യാൻ സേ ദാറ്റ് I ലോഗ് റൂട്ട് ഓഫ് D2 D3 വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ക്വാണ്ടിറ്റി ഈ ഒരു ക്വാണ്ടിറ്റി ഇതിന് വരും. അപ്പോൾ ഇവിടെ നമ്മളണ്ട് അപ്ലൈ ചെയ്തു അല്ലേ. അതാണ് ഈ ചെയ്തത് 1/4 I മൈനസ് ലോഗ് RE പ്ലസ് ഇതൊന്ന് എഴുതി പഠിക്കണം കേട്ടോ. I ലോഗ് നിങ്ങൾക്ക് ഡെറിവേഷൻ ചോദിക്കുക റൂട്ട് ഓഫ് D2 D3 എന്ന് പറഞ്ഞിട്ട് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സാധനത്തിനെ ഇതെന്ത് ചെയ്തു? ലോഗ് D3/D2 എന്ന് പറഞ്ഞിട്ട് എഴുതി. അപ്പോൾ ഇവിടെ നോക്കുക 1/4 I പ്ലസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ
ലോഗ് ആറുണ്ട് ഇതുണ്ട്. അപ്പോൾ ഇത് മൈനസ് ആണ്. അപ്പോൾ അതിനെന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഐ ലോഗ് റൂട്ട് ഓഫ് d2 d3/r ഇൻറ്റു ഈ ക്വാണ്ടിറ്റി അതേപോലെ എടുത്ത് എഴുതി. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഐ എല്ലായിടത്തും ഉണ്ട് അല്ലേ, ഇവിടെ ഐ ഉണ്ട്, അതിനെ കോമൺ ആക്കി എടുത്തു. μ0I/2π ഇൻറ്റു 1/4 പ്ലസ് ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി വന്നു. ഇനി ഇൻഡക്റ്റൻസ് ഓഫ് കണ്ടക്ടർ നമുക്ക് സൈ എ അവിടെ കിട്ടിയിട്ടുണ്ട്, സൈ എ ബൈ ഐ ദാറ്റ് സൈ എ ബൈ ഐ. ഇതെന്താ വെച്ചാൽ സിൻസ് സൈ എ ബൈ ഐ ആണല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് μ0/2π. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ ഐ എ എല്ലാം ഈക്വൽ ആക്കി എടുത്തുകൊണ്ടാണ്, ഐ എക്ക് ഐ ഈക്വൽ ആക്കി എടുത്തുകൊണ്ടാണ് അതെടുത്ത്. അപ്പോൾ μ0/2π അത് ക്യാൻസലായിപ്പോയി, ഇങ്ങനെ വന്നു. ഇനി μ0ന് 4π × 10⁻⁻7 നമ്മൾ നേരത്തെ ചെയ്ത അതേ സാധനം അവിടെ ഇട്ട് കൊടുത്തു, 4π × 10⁻⁻7 ഇട്ട് കൊടുത്തു. അപ്പോൾ അത് 2π ക്യാൻസൽ ചെയ്തു, ഇവിടെ 2 വന്നു. അപ്പോൾ അവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1/2 വന്നു. ഇവിടെ എന്താണ് 2 log ഇത് വന്നു. ഇവിടെ 0.866 × 2 വന്നപ്പോൾ ഇങ്ങനെ വന്നു, ഇൻറ്റു 10⁻⁻7 ഇട്ടു. സിമിലർലി എൽ ബിയും എൽ സിയും നമ്മൾ എന്ത് ചെയ്തു. അപ്പോൾ ഇൻഡക്റ്റൻസ് ഓഫ് ഈച്ച് ലൈൻ കണ്ടക്ടർ നമ്മൾ പറഞ്ഞത് എന്താണ്, 1/3 ഇൻറ്റു എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ 1/3 കണ്ടാൽ മതി. ഓർ സോൾവിങ് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ കിട്ടും. ജസ്റ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു അൺസിമെട്രിക്കൽ സ്പേസ് ഇതൊന്ന് എഴുതി വെക്കുക, മറ്റൊന്ന് നോക്കുക. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആകെയുള്ളൊരു വ്യത്യാസം എന്താണ്, സിമെട്രിക്കൽ സ്പേസിങ്ങും അൺസിമെട്രിക്കൽ സ്പേസിങ്ങും. ഇവിടെ കാണുന്ന 3 × √d1 d2 d3 ഉണ്ടല്ലോ, ആ ഒരൊറ്റ കാര്യത്തിന് d എന്നേ അവിടെ ഇട്ടിട്ടുള്ളൂ ഏതിൽ, സിമെട്രിക്കൽ സ്പേസിങ്ങിൽ. അപ്പോൾ ഇത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിനെ സെയിം ഇക്വേഷനായിട്ട് പറയാം. സോ വി ക്യാൻ സേ ദാറ്റ് the distance d is known as equivalent equilateral spacing for unsymmetrically transposed line. ഓക്കെ, ഇത്രയാണ് ഇൻഡക്റ്റൻസ് ഓഫ് എ 3-phase ലൈന്. ഇതിലൊരു സെൽഫ് GMD മ്യൂച്വൽ GMD പറഞ്ഞിട്ട് കാര്യമുണ്ട്, അത് നിങ്ങളതിൽ പറഞ്ഞിട്ടില്ല. ഞാനത് വേണോ വേണ്ടതെന്ന് നോക്കട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് സിംഗിൾ ഫേസും 3 ഫേസും ഇതോടുകൂടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളിതൊന്ന് ഡെറിവേഷൻ പഠിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഇത് ഡെറിവേഷൻ പഠിച്ചാൽ യു വിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 2 ആഴ്ച പഠിച്ചത് കിട്ടും. മിക്കവാറും ഡെറിവേഷനൊക്കെ ചോദിക്കാം, ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ.